ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു അഡാർ ഐറ്റമാണ് ജാവ മോട്ടോർ സൈക്കിൾസിൻ്റെ ഏറ്റവും പുതിയ ലോഞ്ചായ ജാവ 42 2.1. ജാവ 42 എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു മോഡലായിരിക്കുമല്ലോ. ഇത് ജാവ 42യുടെ നെക്സ്റ്റ് വേർഷനാണ് ജാവ 42 2.1. ഇത് ജാവ 42നെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചെറിയ ലുക്കിലുള്ള ചെറിയ വ്യത്യാസങ്ങളും എഞ്ചിൻ്റെ സൈഡിലും കുറച്ച് വ്യത്യാസങ്ങളുമാണ് ഇതിൽ വന്നിരിക്കുന്നത്. അതായത് ജാവ 42 ഉപയോഗിക്കുന്ന കുറച്ച് യൂസേഴ്സ് എക്സ്പീരിയൻസിൻ്റെ കുറച്ച് ഫീഡ്ബാക്ക് പ്രകാരമുള്ള കുറച്ച് മാറ്റങ്ങളാണ് ഈ ജാവ 2.1ൽ വന്നിരിക്കുന്നത്. ആ മാറ്റങ്ങൾ ഏറ്റവും അട്രാക്റ്റീവായിട്ട് വന്നത് ഇതിൻ്റെ പല തരത്തിലുള്ള കളർ പാറ്റേൺസ് ആണ്. വളരെ അട്രാക്റ്റീവായിട്ടുള്ള കുറച്ച് കളർ പാറ്റേൺസ് ആണ് ജാവ 42 2.1ൽ വന്നിരിക്കുന്നത്. ഫ്രണ്ട് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല എങ്കിലും ജാവ ആക്സസറീസിന്റെ പുതിയ ഗ്രില്ലും വിൻഷീൽഡും ഒക്കെ വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ ഇപ്പോഴത്തെ കളർ പാറ്റേൺ അത് ഒന്നുകൂടെ നന്നായിട്ട് മാച്ച് ആവുന്നുണ്ട്. കൂടാതെ ഒന്നുകൂടെ നല്ലതായിട്ടുള്ള ഒരു ക്ലാസിക് ലുക്കും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ എൻജിൻ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ ഉള്ള ക്രോം ഫിനിഷ് മാറ്റിയിട്ട് നല്ല ഒരു ബ്ലാക്ക് ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ എക്സോസ്റ്റുകളും നേരത്തെയുള്ള 2 എക്സോസ്റ്റുകളും ക്രോം ഫിനിഷ് റീപ്ലേസ് ചെയ്തുകൊണ്ട് ബ്ലാക്ക് കളർ വന്നുകൊണ്ട് വണ്ടിയുടെ ലുക്കിൽ വളരെയേറെ വ്യത്യാസമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നേരത്തെയുള്ള സ്പോക്ക് വീൽസ് മാറ്റിയിട്ട് വളരെ ഭംഗിയേറെ ഒരു അലോ വീൽസ് കൊടുത്തിട്ടാണ് ജാവ ഇത്തവണ അടുത്ത വെർഷൻ ഇറക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ടയേഴ്സും നേരത്തെ പല യൂസേഴ്സിൻ്റെയും കംപ്ലൈൻ്റ് ആയിരുന്നു ഇതിൻ്റെ ടയേഴ്സ് ട്യൂബ്ലെസ് അല്ല എന്നുള്ളത്. ഈ തവണ അതും പരിഹരിച്ചിട്ടാണ് പുതിയ വെർഷൻ ഇറക്കിയിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ വളരെ ക്ലാസിക് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് പുതിയതായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. നേരത്തെയുള്ള ജാവ 42ന് ഡിസൈനിൽ കുറച്ച് വ്യത്യാസം വരുത്തിയാണ് ഈ തവണ ജാവ 42 ഇറക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ നേരത്തെയുള്ള മിറേഴ്സ് മാറ്റിയിട്ട് ബാർ ആൻഡ് മിറേഴ്സ് ആക്കിയിട്ടുണ്ട് ഇത്തവണ. അതിൻ്റെ ലുക്കിന് വളരെ നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റിനുള്ള പങ്ക് വഹിക്കുന്നുണ്ട്. അതുപോലെ പഴയ വെർഷനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത്തവണ അതിന് സീറ്റിൻ്റെ ക്യുഷനിങ്ങിന് കുറച്ചുകൂടെ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇരിക്കാനുള്ള സീറ്റിംഗ് കംഫർട്ട് വളരെയേറെ വർദ്ധിച്ചിട്ടുണ്ട്. പിന്നീട് ഇതിൻ്റെ ഡിസ്ക് സൈസ് നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ടിൽ 280mm ബാക്കിൽ 240mm ആണ് ഇതിൻ്റെ ഡിസ്ക് സൈസ് പ്രൊവൈഡ് ചെയ്യുന്നത്. രണ്ടും ഡ്യുവൽ ചാനൽ ABS ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ബ്രേക്കിംഗ് വളരെ നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ ബ്രേക്ക് ചെയ്യുന്നതിൽ നമുക്കൊരു ഫീല് കിട്ടുന്നുണ്ട്. ഇത്തവണ ഇതിൻ്റെ ഫ്രണ്ട് സസ്പെൻഷൻ്റെ ഹൈറ്റ് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അത് കുറച്ചുകൂടെ കൂട്ടിയത് കാരണം ഇതിന് നല്ല രീതിയിലുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് ഇതിന് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പഴയ യൂസേഴ്സിൻ്റെ കംപ്ലൈൻ്റ് ആയിരുന്നു ഇതിൻ്റെ സെൻട്രൽ സ്റ്റാൻഡിൻ്റെ ലെങ്ത്ത് കുറച്ചുകൂടെ കുറയ്ക്കണമെന്നുള്ളത്. ആ കംപ്ലൈൻറ്റ് ഈ വരവോടുകൂടി നികത്തിയിട്ടുണ്ട് അവർ. അതുകൊണ്ട് കോർണർ ചെയ്യുമ്പോഴൊക്കെ സ്റ്റാൻഡ് അടിയിൽ ഉരയുന്ന കംപ്ലൈൻറ്റ് മാറിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ജാവ 42 എന്ന് പറയുന്നത് 393cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ്. ക്രോസ് ബോ ടെക്നോളജി യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു സിലിണ്ടറിൽ നിന്ന് 2 എക്സോസ്റ്റുകളിലോട്ടാണ് ഇതിൻ്റെ എമിഷൻ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ കാറ്റലിറ്റിക് കൺവേർട്ടറിന് കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തിയതുകൊണ്ട് വണ്ടിയുടെ ഓവറോൾ വെയ്റ്റിൽ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. അതായത് 1 കിലോ കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ BS6 വന്നതോടുകൂടി വണ്ടിയുടെ റിഫൈൻമെൻറ്റ് നല്ല രീതിയിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ഞാൻ വണ്ടി ഓടിച്ച് വന്നപ്പോൾ എനിക്ക് നല്ല രീതിയിൽ അത് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. വണ്ടി നമ്മൾ കൈ കൊടുക്കുമ്പോൾ തന്നെ നല്ലൊരു റിഫൈൻമെൻറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അതനുസരിച്ചുള്ള പവറിന് കുറവൊന്നും വന്നിട്ടില്ല എന്ന് മാത്രമല്ല 0.8 bhp കൂടിയിട്ടുണ്ട്. അതുപോലെ DOHC ടെക്നോളജി യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിൻ്റെ വൈബ്രേഷൻ നല്ല രീതിയിലുള്ള വ്യത്യാസം വന്നിട്ടുള്ളത്. പുതിയ 2.1 വേർഷൻ 3 കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പുതിയ വെർഷൻ വന്നെങ്കിലും പഴയ വെർഷൻ്റെ സെയിൽസ് ഇപ്പോഴും നടക്കുന്നുണ്ട്. അത് നിർത്തിയിട്ടില്ല. അത് നിർത്താതെയാണ് പുതിയ വെർഷൻ അവർ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നീട് ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറച്ച് മാത്രം ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ക്ലാസിക് സ്റ്റൈലിലുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് കൊടുത്തിരിക്കുന്നത്. വണ്ടിയുടെ ഫ്രണ്ട് സൈഡിൽ നോക്കിക്കഴിയുമ്പോൾ ഇതിൻ്റെ ലുക്കൊന്ന് ഒരു വേറിട്ട് നിൽക്കുന്നത് തന്നെയാണ്. ഇതിനകത്തൊന്നും വലിയ വ്യത്യാസങ്ങൾ വന്നിട്ടില്ല. പിന്നീട് സ്വിച്ചസ് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ ക്വാളിറ്റി കൂട്ടിയിട്ടുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നല്ല രീതിയിലുള്ള സ്വിച്ചസ് ആണ് പുതിയ വേർഷന് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു പുതിയൊരു സ്വിച്ചിനെ ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും. അതായത് ട്രിപ്പ് മീറ്റർ സ്ക്രോൾ ചെയ്യാനായിട്ടുള്ള സ്വിച്ച് ഈ തവണ ഹാൻഡിൽ ബാസിലാണ് കൊടുത്തിരിക്കുന്നത്. അത് കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്ക് കൈ അവിടെ നിന്ന് എടുക്കാതെ തന്നെ ട്രിപ്പ് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ജാവ പെറാക്ക് പോലെ തന്നെ ഒരു റെട്രോ സ്റ്റൈൽ ഡിസൈനിലാണ് ഇതിൻ്റെ മീറ്റർ കൊടുത്തിരിക്കുന്നത്. അതുപോലെ കീ ഓൺ ആക്കുന്ന സമയത്ത് ഇതിൻ്റെ മീറ്റർ ഓൺ ആവുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. ജാവ എന്ന് പറയുമ്പോൾ സാധാരണക്കാർക്ക് അതൊരു ബൈക്കാണെങ്കിലും ചിലർക്ക് അതൊരു വികാരമാണ്. എല്ലാവർക്കും ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇതിൻ്റെ എക്സോ സൗണ്ട് നമുക്കൊന്ന് കേട്ട് നോക്കാം.
ഓക്കെ, നമുക്കിനി വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം. വണ്ടി ഓടിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഹെൽമെറ്റ് വെക്കാതെ വണ്ടി ഓടിക്കരുത്. ഇത് ഓടിച്ചിട്ട് സിറ്റി റൈഡിന് നല്ലൊരു പെർഫോമൻസ് എനിക്ക് ഫീൽ ചെയ്തു. അതുപോലെ തന്നെ ഗിയർ ഷിഫ്റ്റിംഗ് ഒക്കെ ഭയങ്കര സ്മൂത്തായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. പിന്നീട് നമുക്ക് ഗിയർ അധികം ചേഞ്ച് ചെയ്യേണ്ടി വരത്തില്ല. ഏകദേശം ഒരു സെക്കൻഡ് തേർഡ് ഗിയറിൽ തന്നെ നമുക്ക് സിറ്റി കൂടെ ക്രൂസ് ചെയ്ത് പോകാൻ പറ്റുന്നതാണ്. വണ്ടിയുടെ ഈ കളർ പാറ്റേൺ ഭയങ്കര ഐക്യാച്ചായിരുന്നു. സിറ്റി കൂടെ ഒക്കെ പോകുന്ന സമയത്ത് ആളുകൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. വണ്ടിയുടെ പവർ ഫിഗേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 0 to 60 എത്താൻ വേണ്ടിയിട്ട് വെറും 5 സെക്കൻഡാണ് ഇതിന് വേണ്ടി വരുന്നത്. അതുപോലെ തന്നെ 0 to 100-ന് 13.2 സെക്കൻഡ്സ് ആണ് ഇതിന് വേണ്ടി വരുന്നത്. നമ്മുടെ റൈഡിങ് പൊസിഷനിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വണ്ടി വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു ഫീലാണ് തരുന്നത്. വണ്ടിയുടെ ഈ കളറും ആ ഒരു ഡിസൈനും മൊത്തത്തിലൊരു ക്ലാസിക് മോഡേൺ ലുക്കാണ് തരുന്നത്. അതുപോലെ കോർണറിങ് നോക്കിക്കഴിഞ്ഞാൽ വണ്ടിയുടെ സ്റ്റാൻഡിൻ്റെ ലെങ്ത്ത് കുറച്ചതുകൊണ്ട് അടിയിൽ ഒരയുന്നതിനുള്ളൊരു ബുദ്ധിമുട്ട് കുറഞ്ഞിട്ടുണ്ട്. വളരെ നല്ലൊരു റൈഡിങ് കംഫർട്ട് തരുന്ന ഒരു വണ്ടിയാണ് ജാവ 42 2.1 എന്ന് പറയുന്നത്. ജാവ 42-നെക്കാട്ടിൽ ചെറിയ വ്യത്യാസങ്ങൾ വന്നിട്ടുള്ളെങ്കിൽ പോലും ഇതിൻ്റെ സസ്പെൻഷന് വ്യത്യാസം വന്നിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ഷാസിക്ക് ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ടെന്നാണ് കമ്പനി പറയുന്നത്. വണ്ടിയുടെ വൈബ്രേഷൻ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ നേരത്തേതിന് വലിയ വൈബ്രേഷൻ ഉണ്ടെന്നല്ല പറയുന്നത്. നേരത്തേതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ വൈബ്രേഷൻ കുറഞ്ഞതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നീട് ഇതിൻ്റെ സീറ്റിംഗ് പൊസിഷൻ വളരെ വ്യത്യസ്തമായൊരു ലുക്കാണ് തരുന്നത്. പിന്നീട് എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ റൈറ്റ് എൽബോ ഇവിടെ മിററിൽ തട്ടുന്നതായിട്ട് ഫീൽ ചെയ്തു. നമുക്ക് മിറർ എങ്ങനെ വേണേൽ അഡ്ജസ്റ്റ് ചെയ്യാം. പഴയ ജാവയുടെ പൊസിഷനിൽ തന്നെ നമുക്ക് വെക്കാനും പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഏറ്റവും പുതിയ ജാവ 42 വേർഷൻ 2.1-ൻ്റെ വിശേഷങ്ങൾ. ഇതിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 2,10,000 രൂപ മുതലാണ്. നമുക്ക് പത്തനംതിട്ട മജസ്റ്റിക് മോട്ടോഴ്സാണ് വണ്ടി പ്രൊവൈഡ് ചെയ്തത്. ജാവയുടെ ഏറ്റവും പുതിയ ഷോറൂമാണിത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോയെ പറ്റിയുള്ള കമൻസ് താഴെ രേഖപ്പെടുത്തുക. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറുമായി കോൺടാക്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും ഗുഡ് ബൈ.